നമസ്കാരം. എല്ലാവർക്കും ജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേറ്ററ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് ആഹ്, ഉം, ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കേറ്ററ്റ് മലയാളം എന്ന് പറയുമ്പോൾ കേറ്ററ്റ് മെയിൻ മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതുവരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അധികം വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യം, താഴെ കൊടുത്തിരിക്കുന്ന നോവൽ ഭാഗം ഏതു കൃതിയിലുള്ളതാണെന്ന് കണ്ടെത്തുക. ഓക്കെ. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുമെന്ന് വിചാരിക്കുന്നു. ഹിമാലയത്തിന്റെ ചെരുവിലെ തണുത്ത രാത്രികളിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് ഏത് കൃതിയിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ നോവലുകൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. എന്നാൽ എല്ലാ നോവലുകളും നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യം മലയാളത്തില് കണ്ടിട്ടില്ല. അതുപോലെ സെറ്റിലായാലും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഇതുവരെ കണ്ടിട്ടില്ല. ആഹ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃതികളുടെ ആരംഭ വരികള് അല്ലെങ്കിൽ അവസാന വരികള് തന്നിട്ട് ഇത് ഏത് കൃതിയിലേതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങള് വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് എടുത്ത് തന്നിട്ട് അത് ഏത് കൃതിയിലേതാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഏതൊരു എക്സാമിലും വന്ന് കണ്ടിട്ടില്ല ട്ടോ. അപ്പൊ ഇതൊരു പുതിയ ചോദ്യമാണ് നമുക്ക്. അപ്പൊ ഓപ്ഷൻ നോക്കുക. ഹിമാലയം, കോവിലൻ, മഞ്ഞ്, എം.ടി. വാസുദേവൻ നായർ, ഗുരുസാഗരം, ഒ.വി. വിജയൻ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, എം. മുകുന്ദൻ. ഓക്കെ. അപ്പൊ ഹിമാലയത്തിനെ കുറിച്ചും മഞ്ഞിനെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇതില് തന്നിട്ടുള്ള ഓപ്ഷനുകളിലുള്ള വന്നിട്ടുള്ള എല്ലാ കൃതികളും ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള സ്ഥലങ്ങൾ, പശ്ചാത്തലമൊക്കെ ആയിട്ട് വരുന്ന കൃതികളാണ്. അപ്പൊ നമുക്ക് ഒരേപോലെയുള്ള ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മഞ്ഞാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എം.ടിയുടെ ബോധധാര നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത്. കാരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറയുന്ന കൃതിയാണ് മഞ്ഞ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് നമുക്ക് പലപ്പോഴായിട്ട് പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അങ്ങനെ പറയുന്നത്? സർദാറാണ് അങ്ങനെ പറയുന്നത്. സർദാർ, ബുദ്ധു, അതുപോലെ തന്നെ ബിമല എന്നിവരൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്. സിനിമ ആയിട്ടുണ്ട് ഈ ഒരു കൃതി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ കൃതിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയൊരു ചോദ്യം ഒരു പുതിയ ചോദ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ 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 എന്നത് കേരള പാണിനിയുടെ 6 നയങ്ങളിൽ ഏതിന് ഉദാഹരണമാണ്? താലവ്യാദേശം, അനുനാസികാദിപ്രസരം, സ്വരസംഭരണം, ഖിലോപസംഗ്രഹം. നമ്മൾ 6 നയങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് മലയാളം കൊടുന്തമിഴിൽ നിന്നാണ് പരിണമിച്ചത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നയങ്ങളാണ് ഈ 6 നയങ്ങള്. ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പുതിയ ചോദ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോ നയത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കണം. ഉദാഹരണങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്നത് ഏത് നയപ്രകാരമാണ് ആവുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. അനുനാസികാദിപ്രസരം വഴിയാണ് അത് ഈ ഒരു നിങ്ങൾ എന്നുള്ളത് നിങ്ങളായി മാറുന്നത്. അപ്പൊ എന്താണ് അനുനാസികാദിപ്രസരം എന്ന് പറഞ്ഞാല്? ഒരു അനുനാസിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ങ, ഞ, ണ, ന, മ. ഈ 5 അക്ഷരങ്ങൾ. അപ്പോ അനുനാസിക വർണ്ണം തൊട്ടടുത്ത് ഉള്ള സ്വവർഗത്തെ കൂടി എന്താക്കും? അനുനാസികമാക്കി മാറ്റുന്നതാണ് അനുനാസിക വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അനുനാസിക വർണ്ണം തൊട്ടടുത്തിരിക്കുന്ന സ്വവർഗത്തെ കൂടി എന്താക്കുന്നു? അനുനാസികമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ അനുനാസികാദിപ്രസരം എന്ന് പറയുന്നത്.
അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? അനുനാസിക വർണ്ണത്തിന് ഇരട്ടിപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണം തന്നെ നോക്കാം. നിങ്ങൾ എന്നുള്ളതിൽ ങ്ങായും ഗായും ഒരേ വർഗത്തിലുള്ള അക്ഷരങ്ങളാണ് അല്ലേ? നമ്മൾ ക, ഖ, ഗ, ഘ, ങ. അപ്പൊ കവർഗത്തിലെ അനുനാസിക വർണ്ണമാണ് ങ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് നോക്കൂ. ഒരു അനുനാസിക വർണ്ണം തൊട്ടടുത്തിരിക്കുന്ന സ്വവർഗത്തെ കൂടി അനുനാസികമാക്കും. അപ്പോ ങ എന്നുള്ള അനുനാസിക വർണ്ണം അതിന്റെ സ്വന്തം വർഗത്തിലെ അക്ഷരമായിട്ടുള്ള കായെ എന്താക്കി മാറ്റുന്നു? അനുനാസികമാക്കി മാറ്റുന്നു. അങ്ങനെ ഇത് അനുനാസികമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാറ്റം ഈ ങാക്ക് ഇരട്ടിപ്പാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് എന്താവുന്നത്? നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്നായി മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് അനുനാസികാദി പ്രസരം. അങ്ങനെ വരുമ്പോ ങ്, ക എന്നുള്ളത് എന്തായി മാറും? ങ എന്നായി മാറും. അതുപോലെ ഞ്, ച എന്നുള്ളത് എന്തായി മാറും? ഞ എന്നായി മാറും. ഇനി ന്, ത എന്നുള്ളത് എന്തായി മാറും? ന എന്നായി മാറും. അതുപോലെ മ്, പ എന്നുള്ളത് എന്തായി മാറും? മ എന്നായി മാറും. ഇങ്ങനെയാണ് ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നുള്ളത് നിങ്ങളാവും, പഞ്ചം എന്നുള്ളത് പഞ്ഞം ആവും, തിരുമ്പുക എന്നുള്ളത് തിരുമ്മുക എന്നാവും, മാങ്ക എന്നുള്ളത് മാങ്ങ എന്നാവും, തേങ്ക എന്നുള്ളത് തേങ്ങ എന്നാവും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് അനുനാസികാദി പ്രസരം. ഇനി നമുക്ക് ഓപ്ഷനിലുള്ളത് കൂടി ഒന്ന് പറഞ്ഞു പോവാം. താലവ്യാദേശം എന്നാണ് പറയുന്നത്. താലവ്യാദേശം അല്ലെങ്കിൽ തവർഗോപമർദ്ദം എന്നും പറയും. താലവ്യാദേശം അല്ലെങ്കിൽ തവർഗോപമർദ്ദം എന്നും പറയും. താലവ്യാദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ അക്ഷരമാല അനുസരിച്ച് ത, ന എന്നീ 2 വർണ്ണങ്ങളാണ് തവർഗാക്ഷരങ്ങൾ. ഓക്കെ, ഇപ്പൊ ദ്രാവിഡ അക്ഷരങ്ങൾ അനുസരിച്ച് തായും നായും താ അല്ലെങ്കിൽ ന, തായും ന ഈ 2 അക്ഷരങ്ങളാണ് എന്ത് വർണ്ണങ്ങള്? തവർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇത് പരസ്പരം കൂട്ടിച്ചേർത്തിട്ട് എന്തുണ്ടാക്കുന്നു? നമ്മള് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ത എന്നുണ്ടാക്കുന്നു, അതുപോലെ ന എന്നുണ്ടാക്കുന്നു, തായും ഞായും ചേർത്തിട്ട് ന്ത എന്നുണ്ടാക്കുന്നു. ഇങ്ങനെ 3 അക്ഷരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന സ്വരം, അതായത് താക്കോ നാക്കോ അല്ലെങ്കിൽ ദാക്കോ ഒക്കെ മുമ്പ് വരുന്ന സ്വരാക്ഷരങ്ങളായിട്ടുള്ള ആ, അതുപോലെ ഈ, അത് കഴിഞ്ഞിട്ട് ഏ, പിന്നെ ഐ. ഈ അക്ഷരങ്ങൾക്ക് ഇതെല്ലാം താലവ്യ സ്വരങ്ങളാണ്. ഈ താലവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇതിന്റെ മുൻപായിട്ട്, അതായത് ഈ അക്ഷരങ്ങൾക്ക് മുൻപായിട്ട് ഈ താലവ്യ സ്വരങ്ങളിൽ ഏതെങ്കിലും ഒരു വർണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താലവ്യ സ്വരം വന്നു കഴിഞ്ഞാൽ അതിന്റെ താലവ്യധർമ്മം, അതായത് ഈ സ്വരത്തിന്റെ ഈ താലവ്യ സ്വരം എന്നുള്ളത് എന്തായിട്ട് മാറും? ദന്ത്യമായിട്ട് മാറിയിട്ട് ദന്ത്യങ്ങളിലൂടെ വ്യാപിച്ചിട്ട് എന്തായി മാറും? ആ ദന്ത്യത്തെ കൂടി താലവ്യമാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ താ എന്നുള്ളത് ദന്ത്യത്തെ താലവ്യം ആദേശിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ താ എന്നുള്ളത് എന്തായി മാറും? ച ആയി മാറും. ന എന്നുള്ളത് ഞ ആയി മാറും. ത എന്നുള്ളത്, ഓക്കെ, പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ത എന്നുള്ളത് ച ആയി മാറും. ച താലവ്യസ്വരാണല്ലോ, താലവ്യക്ഷരമാണല്ലോ. ന എന്നുള്ളത് എന്തായി മാറും? ഞ ആയി മാറും. അതുപോലെ ത എന്നുള്ളത് ച എന്നായി മാറും. ന എന്നുള്ളത് ഞ എന്നായി ഇരട്ടിച്ച് ഞ ആയി മാറും. ദ എന്നുള്ളത് എന്തായി മാറും? ജ ആയി മാറും. ഓക്കെ, ഇങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത് ഇതില് താലവ്യാദേശത്തില്. അപ്പൊ നമ്മൾ പറയാണ് പിടിച്ചാൻ എന്ന് നമ്മൾ പറയും. പിടിച്ചാൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. പിടിച്ചാൻ എന്ന് പറയണം. പിടിച്ചാൻ എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? പിടി എന്നത് പിടിത്താൻ എന്നാവുന്നു, പിന്നീട് പിടിച്ചാൻ ആകുന്നു. അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തേഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്, ആദ്യം തേന്തു എന്നുള്ളതാണ് വരുന്നത്, പിന്നെ അത് തേഞ്ചു എന്നാവും, പിന്നെ താലവ്യാദേശം സംഭവിച്ച് തേഞ്ഞു എന്നാവും. ഓക്കെ, ക്ലിയർ. ഇതാണ് അതിന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. ഇനി
നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടത് സ്വരസംഭരണമാണ്. സ്വരസംഭരണം എന്ന് പറഞ്ഞാൽ സ്വരങ്ങളെ തുറന്ന് ഉച്ചരിക്കാതെ അടക്കി ഒതുക്കി ഉച്ചരിക്കുന്നതാണ് സ്വരസംഭരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഉ എന്നുള്ള ശബ്ദമല്ലേ, ഉകാരം എന്നാണ് പറയുന്നത്. ഉകാരത്തിന്റെ ഉച്ചാരണത്തിലാണ് പ്രധാനമായിട്ട് ഈ അടച്ചുച്ചരിക്കൽ കാണുന്നത്. അപ്പൊ ഉകാരത്തെ സംവരണം ചെയ്ത് ഉച്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് പറയും, അതിനെ സമൃദ്ധോകാരം എന്ന് പറയുന്നു. അപ്പൊ കാട് എന്ന് പറയാണ്. കാട് എന്ന് പറയുന്ന സമയത്ത് കാട് എന്ന് പറയാം. നമ്മൾ പഴയ ലിപിയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, കാടു എന്ന് എഴുതിയിട്ട് ചന്ദ്രകാല എഴുതും അല്ലെ. അപ്പൊ ഈ ഉ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അടച്ചുച്ചരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാട് എന്നുള്ള ഈ ഒരു ഇത് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സമൃദ്ധോകാരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കണ്ടു എന്ന് പറയുന്നതിന് നമ്മൾ കണ്ട് എന്ന് പറയുന്നത്, കേട്ട്, കൊന്ന് അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇത് ഈ സ്വരസംഭരണത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഖിലോപ സംഗ്രഹമാണ്. ഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗത്തിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ അപ്രയുക്തം എന്നാണ് അർത്ഥം. അതായത് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതും പിന്നീട് കാലക്രമത്തിൽ ഉപയോഗിക്കാതെ പോയിട്ടുള്ളതുമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഖിലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രകൃതികളെയും പ്രത്യയങ്ങളെയും എന്താണ്, ഉപേക്ഷിക്കാതെ ഉപയോഗിക്കുകയാണ് എന്ത്, ഉപസംഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആൻ എന്നുള്ള പിൻവിനേച്ച പ്രത്യയം, പിൻവിനേച്ചൊക്കെ നമുക്ക് അറിയാതിരിക്കുന്നു. ആൻ എന്നുള്ള ഒരു പിൻവിനേച്ച പ്രത്യയം മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ തമിഴിൽ എന്തില്ല, ആ ഒരു രീതി ഇല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുളിക്കാൻ വന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ തമിഴിലാണെങ്കിൽ കുളിക്ക വന്നേൻ എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിയയുടെ കൂടെ അവരെന്ത് ചേർക്കുന്നില്ല, ആൻ എന്നുള്ളത് ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ. വാചിക്ക പോകിറേൻ എന്നാണ് അവർ പറയുന്നത്. വായിക്കാൻ പോകുന്നു. ഇരുക്ക ചൊന്നാർ, ഇരിക്കാൻ പറഞ്ഞു എന്നുള്ളത്. നമ്മൾ പിൻവിനേച്ചത്തിന്റെ പ്രത്യയമായിട്ടുള്ള ആൻ ഉപയോഗിക്കുമ്പോൾ തമിഴിൽ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഖിലോപ സംഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൽ അംഗഭംഗമുണ്ട്, അതുപോലെ തന്നെ പുരുഷഭേദ നിരാസമുണ്ട്. നിങ്ങളൊന്ന് നോക്കി വെക്കട്ടെ. അടുത്തത് നമുക്ക് നമ്മുടെ ദൃശ്യകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് വരുന്നത്. ദൃശ്യകലയില് വിശുദ്ധ പശു എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ദൃശ്യകലയിൽ നമുക്ക് കഥകളി, ആട്ടക്കഥ, അതുപോലെ തന്നെ സിനിമ, പിന്നെ തുള്ളൽ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഡോക്യുമെന്ററി ഒന്നും അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സിനിമകളും നമുക്ക് അനുവർത്തനങ്ങളായിട്ടാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അനുവർത്തനങ്ങളും അതിൻ്റെ കൃതികളും എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്യുമെന്ററികളൊക്കെ നമുക്ക് സെറ്റിൽ ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും കേട്ടിട്ടിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊരു പുതിയ ചോദ്യമാണ്. വിശുദ്ധ പശു എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആര്? ജോൺ എബ്രഹാം, എം.എ. റഹ്മാൻ, ബാബു കാമ്പ്രത്ത്, ഒഡേസ സത്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരം ഒഡേസ സത്യനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിശുദ്ധ പശു എന്ന് പറയുന്നത് ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അദ്ദേഹത്തിന് മറ്റു ഡോക്യുമെന്ററികൾ കൂടി പറയാം. ഇത്രയും യാതഭാഗം, വേട്ടയാടപ്പെട്ട മനസ്സ്, മോർച്ചറി ഓഫ് ലവ്, അഗ്നിരേഖ, ബലിക്കുറിപ്പുകൾ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ആൽബമാണ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വയ്ക്കുക. വിശുദ്ധ പശു, ബലിക്കുറിപ്പുകൾ, അഗ്നിരേഖ, മോർച്ചറി ഓഫ് ലവ്, വേട്ടയാടപ്പെട്ട മനസ്സ്, ഇത്രയും യാതഭാഗം. ഇനി ഇതിലുള്ള ഓരോരുത്തരെയും നമുക്കൊന്ന് നോക്കാം. ബാബു കാമ്പ്രത്ത് പരിസ്ഥിതി പ്രവർത്തകനാണ്, അതുപോലെ തന്നെ ഡോക്യുമെന്ററി സംവിധായകനുമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. അതിന് 2012 നോൺ ഫീച്ചർ വിഭാഗത്തിലെ മികച്ച സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള ചിത്രമാണ് ഈ ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററികൾ നോക്കാം. കാനം, കൈപ്പാട്, മദർ ബേർഡ്. ഓക്കെ, കാനം, കൈപ്പാട്, മദർ ബേർഡ്.
അപ്പം അതിൽ കൈപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിത്രം നമുക്ക് +1 കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പുസ്തകം മാറിയിട്ടുണ്ടോയെന്നറിയില്ല. അവർക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് എം.എ. റഹ്മാനാണ്. എം.എ. റഹ്മാൻ എഴുത്തുകാരനാണ്. അതുപോലെ ഡോക്യുമെൻ്ററി ചിത്രങ്ങളുടെ സംവിധായകനും ആക്ടിവിസ്റ്റും ഒക്കെയാണ് ഈ എം.എ. റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ എം.എ. റഹ്മാൻ്റെ ഒരു ചോദ്യം നമുക്ക് സെറ്റിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ബഷീർ ദി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആരുടേതാണ് എന്നുള്ളത്. അത് എം.എ. റഹ്മാൻ്റെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഡോക്യുമെൻ്ററികളൊന്ന് ഓർത്ത് വയ്ക്കുക. വയനാട്ടുകുലവൻ, കോവിലൻ എൻ്റെ അച്ചാച്ചൻ, എം.ടിയുടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ, എൻഡോസൾഫാൻ, അരജീവിതങ്ങൾക്കൊരു സ്വർഗം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്ററികളാണ്. ഓക്കെ, അടുത്തത് ജോൺ എബ്രഹാം ആണ്. ജോൺ എബ്രഹാം ചലച്ചിത്ര സംവിധായകനാണ്. നമുക്കറിയാവുന്ന ജോൺ എബ്രഹാം അല്ല, ബോളിവുഡിലെ നായകനായിട്ടുള്ള ജോൺ എബ്രഹാമിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇത് സംവിധായകനായിട്ടുള്ള ജോൺ എബ്രഹാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പറയാം. ഇത് സിനിമകളാണ്, അല്ലാതെ ഡോക്യുമെൻ്ററികളല്ല കേട്ടോ. കൊയ്നാനഗർ, പ്രിയ, ഹൈറ്റ്സ് ആൻഡ് സ്ട്രിങ്സ്, വിദ്യാർത്ഥികളെ ഇതിലെ, ത്രിസന്ധ്യ, അഗ്രഹാരത്തിലെ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മ അറിയാൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ. അദ്ദേഹം ചെറുകഥകൾ രചിച്ചിട്ടുണ്ട്. കോട്ടയത്ത് എത്ര മത്തായിമാർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു കഥ. പിന്നെ നേർച്ചക്കോഴി, ജോൺ എബ്രഹാം കഥകൾ എന്നീ പേരുകളിലും അദ്ദേഹത്തിൻ്റെ കഥകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിശുദ്ധ പശു എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൃതി അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ഒഡീസ സക്കയാണ്. ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികളൊന്നും ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ക്രിയയുമായി ബന്ധപ്പെട്ട, അതായത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ചുള്ള പിരിവുകളിൽ ഉൾപ്പെടുന്നത് ഇത്? മുറ്റുവിന, സകർമ്മകം, പ്രയോജകം, കാരിതം. ഏതാണ് ഇതിൻ്റെ ആൻസർ? സാധാരണഗതിയിൽ നമ്മൾ ക്രിയാവിഭജനങ്ങൾ പഠിക്കുന്ന സമയത്ത് അതെന്താണ്, അതിൻ്റെ ഉദാഹരണവുമാണ് സാധാരണഗതിയിൽ നമ്മൾ പഠിക്കാറുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിഭജിക്കുന്നു എന്നുള്ളതിൻ്റെ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നു കണ്ടിട്ടില്ല. നമുക്ക് സെറ്റ് എക്സാമിലായാലും അങ്ങനെ വന്നു കണ്ടിട്ടില്ല. കേട്ടിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് ഈ ക്രിയാവിഭജനം. അത് നമ്മുടെ ലാംഗ്വേജ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഈ ക്രിയാവിഭജനങ്ങൾ. അപ്പം അതിലൊന്നും തന്നെ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ തന്നെ പറയാം, ഓപ്ഷനിൽ തന്നെ പറയാം. 2 സെറ്റായിട്ടാണ് നമ്മൾ എന്തിനു പഠിക്കുന്നത്, ഈ ക്രിയാവിഭജനം ചെയ്യുന്നത്. അപ്പം മുറ്റുവിനേൻ്റെ കൂടെ മറ്റൊരു ക്രിയ കൂടിയുണ്ട്, പറ്റുവിന്. സകർമ്മകത്തിൻ്റെ കൂടെ അകർമ്മകം, അകർമ്മകം. പ്രയോജകത്തിൻ്റെ കൂടെ കേവലം, കാരിതത്തിൻ്റെ കൂടെ അകാരിതം. ഓക്കെ, ഇങ്ങനെയാണ് വിഭജനം നടക്കുന്നത്. അപ്പോൾ സകർമ്മകം, അകർമ്മകം, കേവലം, പ്രയോജകം, കാരിതം, അകാരിതം, മുറ്റുവിന, പറ്റുവിന. ഇങ്ങനെയാണ് ക്രിയാവിഭജനം നടക്കുന്നത്. ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ചുള്ള പിരിവുകളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ബി, കാരിതം, അകാരിതമാണ് ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ചുള്ള പിരിവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കാരിതം, എന്താണ് അകാരിതം എന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം കേവലവും പ്രയോജകവും പറയണം. അപ്പം കേവലവും പ്രയോജകവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. പ്രകൃതി. അപ്പം ഞാനിങ്ങനെ ഓർത്ത് വെച്ചത് പ്രയോജകത്തിൽ ഉണ്ടല്ലോ, അപ്പം പ്രകൃതി പ്രമാണിച്ചാണ് കേവലം പ്രയോജകം എന്നുള്ളതിൻ്റെ വിഭജനം. അതിൽ കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്, അതായത് മറ്റൊരാളുടെ സാന്നിധ്യം അവിടെയില്ല. അപ്പം ഞാൻ പറയണം, ഉറങ്ങുന്നു, തിന്നുന്നു, കുളിക്കുന്നു, കളിക്കുന്നു, പാടുന്നു എന്നൊക്കെ പറയാണ്.
അപ്പൊ അവിടെ ഒന്നും മറ്റൊരാളുടെ സാന്നിധ്യം നമുക്ക് കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രിയകളെയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. പ്രയോജകമാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതായത് കളിപ്പിക്കുന്നു, ഓടിപ്പിക്കുന്നു, ചാടിപ്പിക്കുന്നു, പാടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്രിയയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് കാര്യം പറയാം. കേവലക്രിയയിൽ തന്നെ എന്താണ്, കേവലക്രിയയുടെ അടിസ്ഥാനത്തിലാണ് കാരിതം അകാരിതം തിരിക്കുന്നത്. അപ്പോൾ കേവലക്രിയയിൽ ക്ക് എന്നുള്ള ശബ്ദമുള്ളത് കാരിതവും ക്ക് ഇല്ലാത്തത് അകാരിതവും. അപ്പൊ ഞാൻ പറയാണ്, കളിക്കുന്നു എന്ന് പറയാണ് കേവലക്രിയയാണ് അല്ലെ. ചിരിക്കുന്നു എന്ന് പറയുന്നത് കേവലക്രിയയാണ്. ഓടുന്നു എന്ന് പറയുന്നതും കേവലക്രിയയാണ്. പാടുന്നു എന്ന് പറയുന്നത് കേവലക്രിയയാണ്. ഇതിൽ ചിരിക്കുന്നു, കളിക്കുന്നു, കുളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ട്, ക്ക് എന്നുള്ള ഒരു ശബ്ദമുണ്ട്. ചിരിക്കുന്നു, കുന്നു എന്ന് പറയുമ്പോൾ ക്ക്, കളിക്കുന്നു എന്ന് പറയുമ്പോൾ ക്ക് എന്നൊരു ശബ്ദമുണ്ട്. എന്നാൽ പാടുന്നു, ഓടുന്നു എന്ന് പറയുമ്പം അതിൽ ക എന്നുള്ള ശബ്ദം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ക ഉള്ളത് കാരിതവും ക ഇല്ലാത്തത് അകാരിതവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സകർമ്മകം അകർമ്മകം. സകർമ്മകം അകർമ്മകം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അകർമ്മകത്തിലായില്ലേ. അപ്പൊ അർത്ഥം പ്രമാണിച്ചുള്ളതാണ് സകർമ്മകം അകർമ്മകം എന്ന് പറഞ്ഞിട്ടുള്ള വിഭജനം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ സകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മമുള്ള ക്രിയ, അകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലാത്ത ക്രിയ. അപ്പൊ എങ്ങനെയാണ് കർമ്മം ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ കണ്ടെത്തുക? നമുക്ക് തന്നിട്ടുള്ള ക്രിയയോടുകൂടി ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചേർത്ത് കൊടുക്കുക. ആരെ, ആരെ എന്ന് തന്നെ ചേർക്കണം, ആര് എന്ന് ചേർക്കരുത്. അപ്പോൾ ഉത്തരം തെറ്റും. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചേർത്ത് കൊടുക്കുക ക്രിയയോടുകൂടി. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സകർമ്മകം, ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് അകർമ്മകം. ക്ലിയർ? അപ്പൊ ഞാൻ പറയണം, തിന്നുന്നു, തിന്നുന്നു. അപ്പൊ ആരെ തിന്നുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. എന്തിനെ തിന്നുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ചിക്കനെ തിന്നുന്നു, അല്ലെങ്കിൽ മട്ടനെ തിന്നുന്നു. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. ഇപ്പൊ ഞാൻ പറയണ അടിക്കുന്നു എന്ന് പറയാണ്. ആരെ അടിക്കുന്നു? കുട്ടിയെ അടിക്കുന്നു, പശുവിനെ അടിക്കുന്നു. നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയാ, സകർമ്മകം എന്ന് പറയുന്നത്. ഇനി ഉത്തരം കിട്ടാത്തതാണെങ്കിൽ അതാണ് അകർമ്മകം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സൈക്കോളജിയിലെ ചോദ്യങ്ങൾ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് ഇന്റലിജൻസുമായിട്ട് സാധാരണ ചോദിക്കുന്നത് ഹവാർഡ് ഗാർഡനർ ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരുടെ വിഭജനങ്ങളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പുതിയ ചോദ്യമാണ്. നമുക്ക് സൈക്കോളജി ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവുക. നമുക്ക് സൈക്കോളജി ഒരു പേപ്പറായിട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മലയാളം ടേംസുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ടേംസുകൾ മലയാളത്തിൽ കൂടി പഠിച്ചാൽ മാത്രമാണ് മലയാളത്തിൽ ചോദ്യം വരുന്ന സമയത്ത് നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പെഡഗോജിയിൽ നമുക്ക് പെഡഗോജി പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്കൊന്ന് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷെ സൈക്കോളജി നമ്മൾ തിയറിയൊക്കെ കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മലയാളത്തിൽ വരികയാണെങ്കിൽ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ മലയാളത്തിൽ തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം. ബുദ്ധിക്ക് ദ്രവബുദ്ധി എന്നും ഖരബുദ്ധി എന്നും രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഹലോ, റോബർട്ട് സ്റ്റേൺബർഗ്, ആൽഫ്രഡ് ബിനെ, റീമൻ കാറ്റിൽ, ഹവാർഡ് ഗാർഡനർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, റീമൻ കാറ്റിൽ. അദ്ദേഹത്തിന്റെ ബുദ്ധി സിദ്ധാന്തം, ടു ക്ലസ്റ്റർ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടു ക്ലസ്റ്റർ തിയറി, ബുദ്ധി വിഭജന സിദ്ധാന്തം എന്ന് തന്നെയാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നു. അതാണ് ദ്രവബുദ്ധിയും ഖരബുദ്ധിയും. അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചത് ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും എന്നായിരിക്കും. നമ്മൾ സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ജി ഫാക്ടറും എസ് ഫാക്ടറും പഠിക്കുന്നുണ്ട്. അങ്ങനെ ആ ജി ഫാക്ടറിനും എസ് ഫാക്ടറിനും സമാനമാണെന്ത്, ഈ ദ്രവബുദ്ധിയും ഖരബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദ്രവബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ
നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന, സ്ഥിരമായിട്ട് കിട്ടുന്ന ബുദ്ധിയാണ് ദ്രവബുദ്ധി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയില് പൊതുവായിട്ടുള്ള ഗുണങ്ങളാണ് അത് എന്ന് പറയുന്നത്. ഇത് എന്താണ് 20 വയസ്സ് വരെ ഈ ബുദ്ധി വികസിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ക്ലിയർ. എന്നാൽ ഖരബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അത് ആർജിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്ര വയസ്സ് വരെ വേണമെങ്കിലും ഇതിൽ ഒരു ബോർഡർ പറയുന്നത് 60 വയസ്സ് വരെ ഇതിന്റെ വളർച്ചാതോത്, ഈ ഖരബുദ്ധിയുടെ വളർച്ചാതോത് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ബുദ്ധിയാണ് ഖരബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നറിവുകളെയും അനുഭവങ്ങളെയും ഒക്കെ ഈ ഖരബുദ്ധി ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഏത് ബുദ്ധിയാണ്? അത് ഖരബുദ്ധിയാണ്. നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. നമുക്ക് നേരത്തെ കിട്ടുന്നതല്ല. അപ്പൊ അത് നമുക്ക് ആലോചിച്ച് ഇരുന്ന് എഴുതാൻ പറ്റുന്നത് ഖരബുദ്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊരു മലയാളത്തിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ തിയറികൾ പഠിക്കുന്ന സമയത്ത് മലയാളത്തിലും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. അവൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ക്രിയാധാതുവും വചനപ്രത്യവും, നാമവും ലിംഗപ്രത്യവും, ചുട്ടെഴുത്തും ലിംഗപ്രത്യവും, സർവനാമവും ലിംഗപ്രത്യവും. ഏതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? അപ്പൊ അവൾ എന്നുള്ളതിൽ ഏതൊക്കെ ഘടകങ്ങളാണുള്ളത്? നമുക്ക് ആദ്യം അവളിനൊന്ന് പിരിക്കാം അല്ലെ. ആ, അധികം, അൾ എന്നുള്ളത്. അപ്പൊ അൾ എന്നുള്ളത് എന്ത് പ്രത്യയമാണ്? ലിംഗപ്രത്യയമാണ്. അപ്പം 3 ഓപ്ഷനിൽ ലിംഗപ്രത്യയമുണ്ട്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് കട്ട് ചെയ്യാം അല്ലെ. ഈ ആ എന്നുള്ളത് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ, ഈ, എ എന്നുള്ളത് ചുട്ടെഴുത്താണ്, ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്താണ് ആ, ഈ, എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ചുട്ടെഴുത്തും ലിംഗപ്രത്യയവുമാണ് അവൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചുട്ടെഴുത്ത് എന്താണ്, ലിംഗപ്രത്യയം എന്താണ്, വചനപ്രത്യയം എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോന്നിന്റെയും പ്രത്യയങ്ങള്, ഈ വ്യക്തി പ്രത്യയങ്ങള്, അതുപോലെ തന്നെ നമ്മൾ തദ്ധിതത്തിന് ഉപയോഗിക്കുന്ന പ്രത്യയങ്ങള്, പ്രകാരത്തിൽ പറയുന്ന ഓരോ പ്രത്യയങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ക്വസ്റ്റ്യൻ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെ വന്നതിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പുതിയത് എന്ന രീതിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമുകൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമാണ് ഒരു നിങ്ങൾക്ക് എക്സാം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളൊരു ടച്ച് ഉണ്ടാവുള്ളൂ. ടോപ്പിക്കുമായിട്ട് ഒരു പരിചയം ഉണ്ടാവുള്ളൂ. ഓക്കെ. ക്ലിയർ ആയി വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.